അത്യന്തം ദുഃഖകരമായ ഈ സമയത്തോടെയല്ലേ ഇപ്പം എല്ലാവരും കടന്നു പോകുന്നത് ഇല്ലേ? ഇന്നലെ ഒരു സ്നേഹദേവ് എന്ന് പറയുന്ന ഒരു ആളും അയാളുടെ ഭാര്യ ശ്രീകല എന്ന് പറയുന്നവരും മുട്ടട എന്ന് പറയുന്ന സ്ഥലത്ത്, തിരുവനന്തപുരത്ത് മുട്ടട എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്നു. അവര് നെയ്യാറ്റിൻ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ കേട്ടില്ലേ? അവരുടെ അത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തകർന്നു പോകൂല്ലേ? അവരൊക്കെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം. ഇവിടെയുള്ള മക്കള് ചിലര് അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ജീവൻ എടുക്കാൻ വേണ്ടി നടക്കുന്നു ഇല്ലേ? കാലം മാറുന്ന മാറ്റങ്ങളില്ലേ? ഇങ്ങനെയുള്ള മാതാപിതാക്കളും മാതൃകയായിട്ടുണ്ട്. അവരവരുടെ സ്വത്തുക്കൾ മുഴുവൻ ഒരു ട്രസ്റ്റിന് എഴുതി വെച്ചിട്ട് ആരോട് സംഭാവനകൾ മേടിക്കരുതെന്ന് പറഞ്ഞ് സ്വന്തം മകൻ്റെ പേരിൽ ട്രസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ ആത്മഹത്യ ചെയ്തു അല്ലേ? അത് തന്നെയല്ല, ആ മകനാണ് LLBക്ക് പഠിക്കുന്ന ഒരു പയ്യനുമായിരുന്നു, നല്ല പയ്യനായിരുന്നു, അറ്റാക്കായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നമ്മൾ സാധാരണ ആണല്ലോ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും തിരിഞ്ഞു നോക്കൂല. അതുപോലെയുള്ളവർ ചെന്നാൽ മാത്രമേ തിരിഞ്ഞു നോക്കുള്ളൂ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിരുന്ന സമയം കഴിഞ്ഞു പോയതുകൊണ്ട് അത് ഹാർട്ടിന് അസുഖമായിട്ട് അത് മരിച്ചുപോയി. അങ്ങനെയാണ് അവർ ദുഃഖിതരായത്. ആ ടീച്ചറാണെങ്കിൽ ബ്രില്യൻ്റിലെ അധ്യാപികയായിരുന്നു. ആ ടീച്ചറിനെ അറിയാവുന്നവർ ഒത്തിരി പേരുണ്ട് കേട്ടോ, എനിക്കറിയാവുന്നവരുണ്ട് ആ ടീച്ചറിനെ അറിയാവുന്നവർ. എനിക്കതുകൊണ്ട് സങ്കടമായതുകൊണ്ട് വീഡിയോ ഇടാനും പിന്നെ തോന്നിയില്ല, പിന്നെ ഇച്ചിരി തിരക്കിലുമായിപ്പോയി. എന്നാണേലും ആ മാതാപിതാക്കളുടെ ആ വിഷമം, അവർ ഒരു വർഷം ആകുന്നതിന് മുമ്പ് അവരും ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു മകൻ്റെ മരണം ഇല്ലേ? നമുക്ക് കേട്ടാ സങ്കടം വരുന്നത്. ഈ കഴിഞ്ഞ ദിവസമല്ലേ ഒരു പയ്യൻ അതിൻ്റെ അമ്മേനെ, ട്യൂമറും പിടിച്ചു കിടന്ന അമ്മേനെ വെട്ടിക്കൊന്നത്. എന്നിട്ട് പറയും നിങ്ങൾ ജന്മം തന്നതുകൊണ്ടാണ് വെട്ടിക്കൊന്നതെന്നും പറഞ്ഞ് വെട്ടിക്കൊന്നു. ഇത് കണ്ടോ, ഒരു മകൻ മരിച്ചു എന്നുള്ള വിഷമത്തിൽ ആ അച്ഛനും അമ്മയും കൂടെ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പം അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ വേദന. അവരാണെങ്കിൽ രാവിലെ അമ്പലത്തിലൊക്കെ പോയി അവർക്കുള്ളതെല്ലാ സ്വത്തുക്കളും ഒരു ട്രസ്റ്റിന് വേണ്ടി എഴുതി വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷമാണ് നെയ്യാറിൻ്റെ അകത്ത് ആത്മഹത്യ ചെയ്തത്. ഇങ്ങനെ ചിലപ്പോൾ ഒരു നിമിഷം അവർക്ക് സാധിക്കുന്നില്ലായിരിക്കാം, അവർക്ക് മുന്നോട്ട് പോകാൻ അവർക്ക് ആരുമില്ല, ഒരു മോനേ ഉള്ളൂ. അതൊക്കെ അങ്ങനെ ഒരു ചിന്തയായിരിക്കാം വന്ന്. പക്ഷെ വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സാമ്പത്തികമുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു നിമിഷം നമ്മൾ തകർന്നു പോകാൻ ഇത്രയൊക്കെ ധാരാളം മതിയില്ലേ? നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ നമുക്ക് തോന്നില്ല. ഒന്ന് ഓർത്ത് നോക്കിയാൽ ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റും? ഇങ്ങനെ ട്രസ്റ്റ് ഉണ്ടാക്കിയപ്പോഴും, മകൻ്റെ പേരിൽ ട്രസ്റ്റ് ഉണ്ടാക്കിയപ്പോഴും, അതിനകത്തേക്ക് സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചപ്പോഴും, അത് എല്ലാ വർഷവും എങ്ങാണ്ട് 10 പേർക്കെങ്ങാണ്ട് നിർദ്ധരായവർക്ക് സാമ്പത്തിക സഹായം ചെയ്യണമെന്നും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കണമെന്നും ഏതാണ്ടൊക്കെ പറഞ്ഞ് അത് എല്ലാം ചെയ്ത് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി അത് ആ ഒരു ശിലാഫലകത്തെ തന്നെ അതെല്ലാം കൊത്തിവെച്ച് എല്ലാം ചെയ്ത ശേഷമാണ് അവരിങ്ങനെ ഒരു കാര്യം ചെയ്ത്. എന്നിട്ടും ആർക്കും മനസ്സിലായില്ല ഇവർ ആത്മഹത്യ ചെയ്യാൻ പോവുകയെന്ന്. കാരണം ഇവരെപ്പോഴും നല്ല സന്തോഷത്തോടെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് പെരുമാറിക്കൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ആർക്കും ഒരു വിഷമം തോന്നാത്ത രീതിയിലായിരുന്നു, നല്ല രീതിയിലാണ് പെരുമാറുന്നത്. ഇവരുടെ സഹോദരങ്ങളുടെ അടുത്തൊക്കെ ഇവർ പോയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ കാലത്തിൻ്റെ പോക്ക് എങ്ങനെയാണെന്നല്ലേ? എന്താണോ ഇങ്ങനെ ഈ 2025 തുടങ്ങിയ പിന്നെ ഇതല്ലേ നമ്മൾ കേൾക്കാനുള്ളൂ? ആത്മഹത്യ, കൊലപാതകം, പീഡനം, 4 വയസ്സുള്ള കൊച്ചിനെ പീഡിപ്പിക്കുന്നു, സിനിമാ നടനാന്ന് പറയുന്ന ആൾ ആരാണോ, ഏത് നടനാണെന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെയുള്ള ഈ കാലമാണിത്. ഈ 2025 തുടങ്ങിയപ്പം ഒരു സമാധാനമുള്ള ഒരു വർഷമായിരിക്കും എന്ന് എല്ലാവരും കരുതിയില്ലേ? പക്ഷെ ഒരു സമാധാനം ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ആൾക്കാർക്കൊന്നിനും ഒരു ശാന്തി കിട്ടണില്ല അല്ലേ? എന്താണോ ആത്മാർത്ഥമായിട്ട് ഒരു സ്നേഹമൊന്നും ഇത് പക്ഷെ അങ്ങനെയല്ല. ഇത് സ്നേഹം കൂടിപ്പോയതുകൊണ്ടാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ അറിയുന്നുണ്ടോ? കൗമാരക്കാരെ കഴിഞ്ഞു പോകുന്ന മക്കൾക്ക് എപ്പോഴും മാതാപിതാക്കൾ ഒരു എന്നാ പറയണത്, ഒരു എതിർദിശയിൽ ഒരു പോരാളിനെയായിട്ടാണ് മക്കൾ കാണുന്ന അച്ഛനെയും അമ്മേനെ ഇല്ലേ? കാര്യം പറഞ്ഞ മാതാപിതാക്കൾ നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, പക്ഷെ അവർക്കത് മനസ്സിലാക്കാനുള്ള ഇതില്ല. അവരപ്പോഴത്തേന് എതിർത്ത് നിൽക്കും, തറുതല പറയും. അച്ഛനും അമ്മയും മോശമായിട്ടാണ് അവരോട് പറയുന്നത് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അവർ പറയുന്നതെല്ലാം ശരിയാന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്നാൽ ഒരു സമയം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകുകയും ചെയ്യും. പക്ഷേ ഈ കൊച്ചങ്ങനെയല്ലായിരുന്നു. നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ, ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്ന ഇവരുടെ ഉള്ളിലെ ആ സ്നേഹം, എന്തുമാത്രം സ്നേഹം കൊടുത്തായിരുന്നു ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടു വന്നിരുന്നത്. സ്നേഹമുള്ള ഒരു അച്ഛനും അമ്മയുമായിട്ട് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ അവർ തകർന്നു പോയി.
ഇത് എല്ലാ അമ്മമാരും അച്ഛന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാന്നേ. അപൂർവം പേര് മാത്രമേ ഇങ്ങനെ ഈ പിന്നെ ആരോടും ഒരു ഇതില്ലാത്ത രീതി പെരുമാറുന്നവരുള്ളൂ. നമ്മുടെ മക്കളെന്ന് വെച്ചാൽ ചാകുന്ന അച്ഛനും അമ്മയാണ് അധികം പേരും ഉള്ളത് അല്ലേ. അപൂർവം പേര് മാത്രമാണ് മക്കളെ പീഡിപ്പിക്കുന്നവരും മക്കളെ ഉപദ്രവിക്കുന്നവരും അടിക്കുന്നവരും ചീത്ത പറയുന്നവരും ഒക്കെ. അല്ലാത്ത മിക്കവരും തന്നെ മക്കളെ ചേർത്ത് നിർത്തുന്നവരാ. ഇങ്ങനെയുള്ള അപൂർവമായ അച്ഛന്മാർ വേറെയുണ്ട്. കാരണം അതുപോലെ ആത്മാർത്ഥമായ സ്നേഹമുള്ള അച്ഛനും അമ്മയും. ആ കൊച്ചെന്ന് പറഞ്ഞാൽ നല്ല മിടുക്കനായിരുന്നു എന്നാണ് പറയുന്നത്. അവൻ നല്ല സ്നേഹമുള്ള നല്ല സ്വഭാവമുള്ള, പക്ഷെ എന്തോ ദൈവം ആയുസ് കൊടുത്തില്ല അതിന്. അത് ഈ ലോകത്തുനിന്ന് പോവുകയും ചെയ്തു. അതോടുകൂടിയാണ് അവരിങ്ങനെ തകർന്നു പോയേ എന്നാണ് പറയുന്നത്. ആ അതാണെങ്കിൽ ബ്രില്യൻറ്റിൽ നല്ല ഒരു അധ്യാപികയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. എന്നോർത്ത് നോക്കിക്കേ, ജീവിക്കാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണോ? ഇനി തുടർന്നങ്ങ് പോയാൽ അങ്ങ് ജീവിക്കൂലേ? അതൊക്കെ ചെയ്യാം, എന്ത് വേണേലും ചെയ്യാം. ആ കുഞ്ഞ് മരിച്ച ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നാളെങ്ങാണ്ട് വരുന്ന ദിവസമായിരുന്നു എന്നാണ് പറയുന്നത്. മരിച്ച് 1 വർഷം പൂർത്തിയാകുന്ന നാളെങ്ങാണ്ട് വരുന്ന ദിവസമായിരുന്നു അവരെ ആത്മഹത്യ ചെയ്തതെന്നാണ് പറയുന്നത്. ഒന്ന് ഓർത്ത് നോക്കി. കയ്യെ പിടിച്ച് 2 പേരും കൂടെ കയ്യെ പിടിച്ച് നെയ്യാറ്റിലേക്ക് എടുത്തിയാടി എന്ന് പറയുന്നു. അങ്ങനെയായിരിക്കാം, കൈ കോർത്ത് പിടിച്ചായിരുന്നു എന്ന് പറയുന്നു. എങ്ങനെയാണെങ്കിലും ഇല്ലേ, ഇത് കൂട്ടാത്മാർത്ഥമായ ഒരു ഇഷ്ടം ഒരു കുഞ്ഞിനോട് ഇല്ലേ. നമ്മളൊന്ന് ഓർത്തു നോക്കേ, മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഒട്ടുമിക്ക ഒരു 99% മാതാപിതാക്കളും ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ്. മക്കളെ അവരുടെ ജീവനാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതം. നമ്മളൊന്ന് ഓർത്തു നോക്കി. ഒരു കുഞ്ഞുണ്ടായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഉറക്കമില്ല, ഊണില്ല, ഉറക്കമില്ല. നമ്മൾ അതിനെ എടുത്ത് ഒരു അസുഖം വന്നപ്പോഴോ എത്രയോ ദിവസങ്ങളോളം മാസങ്ങളോളം ഉറങ്ങാത്ത മാതാപിതാക്കളുണ്ടല്ലേ. നമ്മളൊന്ന് ഓർത്തു നോക്കി. അതിന് ഭക്ഷണം കൊടുത്ത് അതിൻ്റെ കൈയും കാലും ഒക്കെ വളരുന്നതും നോക്കി ഇങ്ങനെ ഇരുന്നാണ് മിക്ക മാതാപിതാക്കളും. അപ്പം ഇന്ന് ഇത്ര വീഡിയോ ഇടാൻ എനിക്ക് മനസ്സ് വരുന്നുള്ളൂ. അപ്പം നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.